ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പോലീസിനെ വെല്ലുവിളിച്ച് ഒളിവിൽ കഴിഞ്ഞിരുന്ന അർജുൻ ആയങ്കി പോലീസ് പിടിയിലായി. അർജുൻ ആയങ്കി പിടിയിലായത് കണ്ണൂരിലെ അഭിഭാഷകയുടെ റിപ്പോർട്ട് അപ്പാർട്ട്മെന്റിൽ നിന്ന്. കോടതിയിൽ ഹാജരാക്കിയ അർജുൻ ആയങ്കിയെ റിമാൻഡ് ചെയ്തു. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനമുണ്ടാകില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എല്ലാ ഗുണ്ടകളെയും നിലയ്ക്ക് നിർത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും രമേശ് ചെന്നിത്തല. സംസ്ഥാന കർഷക അവാർഡ് പ്രഖ്യാപനത്തിൽ തൃശൂർ ജില്ലയ്ക്ക് നേട്ടം. മികച്ച ജൈവ കർഷകനുള്ള പുരസ്കാരത്തിന് കൊടുങ്ങല്ലൂർ സ്വദേശി ഷാജഹാനും കർഷകോത്തമ പുരസ്കാരത്തിന് തിരുവിലമല കണിയാർക്കോട് സ്വദേശി രാജനാരായണനും അർഹരായി. തൃശൂർ ശക്തൻ സ്റ്റാൻഡ് പരിസരം മലമൂത്ര വിസർജനത്തിനുള്ള പൊതു ഇടമായി മാറി. ദുർഗന്ധം വമിക്കുന്ന ബസ് സ്റ്റാൻഡും പരിസരവും യാത്രക്കാർക്ക് സമ്മാനിക്കുന്നത് തീരാ ദുരിതം. തൃശൂർ KSRTC സ്റ്റാൻഡ് നവീകരണത്തിന് 30 കോടി രൂപയുടെ ബൃഹത് പദ്ധതി വേണമെന്ന് രാജൻ ജെ പല്ലൻ MLA. ആവശ്യമായ അനുമതികൾ ലഭിക്കാതെയാണ് നിലവിലെ കെട്ടിടം പൊളിച്ചു നീക്കിയതെന്നും MLA. വിശദാംശങ്ങളിലേക്ക്. നിരവധി കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കിയെ ദിവസങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിൽ കണ്ണൂരിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിൽ ഒളിവിലിരിക്കുകയായിരുന്ന അർജുൻ ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് പിടിയിലായത്. ജാമ്യത്തിലിറങ്ങിയ ശേഷം പോലീസ് ഉദ്യോഗസ്ഥരെ സോഷ്യൽ മീഡിയ വഴി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് അർജുൻ ആയങ്കിക്കെതിരെ പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്ത് തെരച്ചിൽ ശക്തമാക്കിയത്. ഉത്തരമേഖല DIGയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘമാണ് കണ്ണൂരിലെ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് അർജുനെ പിടികൂടിയത്. കോതമംഗലം, ഊന്നുകൽ സ്റ്റേഷൻ പരിധികളിലെ പോലീസ് ഉദ്യോഗസ്ഥരെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും സമൂഹ മാധ്യമങ്ങൾ വഴി അധിക്ഷേപിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. തുടർന്ന് ഒളിവിലിരുന്ന് പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും നിരന്തരം വെല്ലുവിളിച്ചു വരികയായിരുന്നു അർജുൻ. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIRന്റെ അടിസ്ഥാനത്തിലാണ് ഒടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒളിവിൽ പോകാൻ ഉപയോഗിച്ച കാർ ശനിയാഴ്ച പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കണ്ണൂർ പനങ്കാവിലാണ് കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് അർജുൻ കണ്ണൂരിൽ തന്നെ ഉണ്ടാകുമെന്നുറപ്പിച്ച പോലീസ് പഴുതടച്ച അന്വേഷണം നടത്തുകയായിരുന്നു. സംസ്ഥാനത്തിനകത്തും പുറത്തും അർജുൻ ആയങ്കിക്കായി വ്യാപക അന്വേഷണമാണ് പോലീസ് നടത്തിയത്. ഇതിനിടെ സോഷ്യൽ മീഡിയയിലൂടെ ഇയാൾ പ്രകോപനം തുടർന്നു. വാഹനങ്ങൾ മാറി മാറി ഉപയോഗിച്ചും മൊബൈൽ ഫോൺ വഴിതെറ്റിച്ചും അന്വേഷണ സംഘത്തിന്റെ കണ്ണുവെട്ടിച്ചുമാണ് അർജുൻ ആയങ്കി ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസം തൃശൂർ നഗരത്തിലും അർജുൻ ആയങ്കി എത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് TCV. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനമുണ്ടാകില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇത് ഗുണ്ടകളുടെ നാടല്ലെന്നും സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ നാടാണെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഗുണ്ടയ്ക്ക് ഇതാകും അനുഭവം. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന എല്ലാ ഗുണ്ടകളെയും നിലയ്ക്ക് നിർത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഗുണ്ടകൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും. ഓണക്കാലം കൂടി മുൻനിർത്തി നടപടികൾ ഊർജിതമാക്കും. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും ലിസ്റ്റുകൾ പ്രകാരം ഗുണ്ടകൾക്കെതിരെ കർശന നിരീക്ഷണം ഏർപ്പെടുത്തും. ഏത് സംരക്ഷണം കിട്ടിയാലും ഇത്തരം ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകും. കേരളം ഗുണ്ടകളുടെ പറുദീസയല്ല. മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുന്നവർ ആരായാലും കർശന നടപടി ഉണ്ടാകും. മുൻ മുഖ്യമന്ത്രി തന്നെ അർജുൻ ആയങ്കിയെ തള്ളിപ്പറഞ്ഞു. ജയരാജൻ തള്ളിപ്പറഞ്ഞു. ഇങ്ങനെയുള്ള ആളുകളെ ആർക്കും സംരക്ഷിക്കാനാകില്ല. കേരളം അത്തരമൊരു നാടല്ല. ഗുണ്ടകൾ മാത്രമല്ല, ഗുണ്ടകളെ പോറ്റി വളർത്തുന്ന ആളുകൾക്കെതിരെയും നടപടിയെടുക്കുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനമുണ്ടാവില്ല. ഇത് ഗുണ്ടകളുടെ നാടല്ല, സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ നാടാണ്. ഇവിടെ എല്ലാ സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഗുണ്ടയ്ക്ക് ഇതാണ് അനുഭവം എന്ന് കരുതുക. ഇത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഗുണ്ടകളെയും നിലയ്ക്ക് നിർത്താൻ ഈ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്. ജനങ്ങളുടെ സമാധാന ജീവിതം ഉറപ്പുവരുത്തുക എന്നാണ് ലക്ഷ്യം. ഇന്നലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. നൊട്ടോറിയസ് ആയിട്ടുള്ള ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരും ജനങ്ങളുടെ സ്വൈര ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായ നടപടി. ആ കാര്യത്തിൽ ഒന്നും ഒരു വിട്ടുവീഴ്ചയില്ല. ഓണം കൂടെ വരികയാണ്. ഈ ഓണക്കാലത്ത് ജനജീവിതത്തെ അപകടത്തിലാക്കാമെന്ന് ഒരു ഗുണ്ടയും കരുതണ്ട.
പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഓരോ അവരുടെ ലിസ്റ്റുണ്ട്, എല്ലാ പോലീസ് സ്റ്റേഷൻ ലിസ്റ്റുണ്ട്. ഹിസ്റ്ററി ഷീറ്റേഴ്സ്, ഗുണ്ടകൾ, സാമൂഹ്യ വിരുദ്ധന്മാർ, കാപ്പ കേസ് പ്രതികൾ, ഇവരെല്ലാം പോലീസ് കർശനമായി അവരുടെ നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് ജനങ്ങളെ വെല്ലുവിളിക്കാൻ ഒരു സംശയമുണ്ടാകും. സംസ്ഥാനത്തെ ഗുണ്ടകൾക്കെതിരായ ഓപ്പറേഷൻ ഗ്രിപ്പിന്റെ ഭാഗമായി പട്ടിക തയ്യാറാക്കി പോലീസ്. 300 ഗുണ്ടകളാണ് പോലീസിന്റെ പട്ടികയിലുള്ളത്. ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന പേരിൽ സംസ്ഥാന വ്യാപക ഗുണ്ടാവേട്ടയാണ് കേരള പോലീസ് ആരംഭിച്ചത്. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ നേതൃത്വത്തിലാണ് പുതിയ ഓപ്പറേഷൻ നടത്തുന്നത്. ഗുണ്ടാബന്ധമുള്ളവർ, കാപ്പ തടവ് കഴിഞ്ഞ് പുറത്തിറങ്ങിയവർ, റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ എന്നിവരുടെ സ്ഥാപനങ്ങളും വീടുകളും ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇവരുമായി അടുപ്പമുള്ളവരും സഹായം നൽകുന്നവരും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ഗുണ്ടകളുടെ സ്പോൺസർമാരെക്കുറിച്ചും ഇന്റലിജൻസ് വിവരങ്ങൾ ശേഖരിച്ചു. ജാമ്യം നേടി പുറത്തിറങ്ങിയ ശേഷം ഗുണ്ടാ പ്രവർത്തനം നടത്തുന്നവരുടെ ജാമ്യം നിഷേധിക്കാൻ കോടതിയെ സമീപിക്കുവാനും പോലീസ് നീക്കം ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന കർഷക അവാർഡ് പ്രഖ്യാപനത്തിൽ തൃശൂർ ജില്ലയ്ക്ക് നേട്ടം. സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ പുരസ്കാരത്തിന് തിരുവില്ലാമല കണിയാർക്കോട് സ്വദേശി രാജനാരായണൻ അർഹനായി. മികച്ച ജൈവ കർഷകനായി കൊടുങ്ങല്ലൂർ സ്വദേശി ഷാജഹാനെ തെരഞ്ഞെടുത്തു. കാർഷിക ഗവേഷണത്തിനുള്ള MS സ്വാമിനാഥൻ അവാർഡ് കേരള കാർഷിക സർവകലാശാലയിലെ ഹസീന ഭാസ്കറിന് സമ്മാനിക്കും. കൃഷിമന്ത്രി T സിദ്ദിഖാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. ചിങ്ങം 1 എറണാകുളം കളമശ്ശേരിയിൽ നടക്കുന്ന സംസ്ഥാന കർഷക ദിനാഘോഷ പരിപാടിയിൽ മുഖ്യമന്ത്രി VD സതീശൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സംസ്ഥാന സർക്കാരിന്റെ മികച്ച ജൈവ കർഷകനുള്ള പുരസ്കാരം നേടിയ കൊടുങ്ങല്ലൂർ ഉഴുവത്തുകടവ് സ്വദേശി വട്ടപ്പറമ്പിൽ ഷാജഹാനെ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അഭിനന്ദിച്ചു. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി കൃഷി, മൃഗസംരക്ഷണം, മത്സ്യകൃഷി എന്നീ മേഖലകളിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഷാജഹാൻ സമ്മിശ്ര ജൈവ കൃഷിയിലൂടെയാണ് അവാർഡിന് അർഹനായത്. 3.5 ഏക്കർ സ്ഥലത്താണ് ഷാജഹാൻ വൈവിധ്യമാർന്ന കൃഷിരീതികൾ നടപ്പിലാക്കുന്നത്. 2006 ജില്ലയിലെ മികച്ച മത്സ്യ കർഷകനുള്ള അംഗീകാരം നേടിയ ഷാജഹാൻ നഗരസഭാ തലത്തിലെ മികച്ച കർഷകനായും ആദരിക്കപ്പെട്ടിട്ടുണ്ട്. തൃശൂർ ശക്തൻ സ്റ്റാൻഡ് പരിസരം മലമൂത്ര വിസർജനത്തിനുള്ള പൊതു ഇടമായി മാറി. ദുർഗന്ധം വമിക്കുന്ന ബസ് സ്റ്റാൻഡും പരിസരവും യാത്രക്കാർക്ക് സമ്മാനിക്കുന്നത് തീരാ ദുരിതമാണ്. ദിനംപ്രതി 100 കണക്കിന് യാത്രക്കാർ എത്തുന്ന തൃശൂർ ശക്തൻ സ്റ്റാൻഡിലാണ് ഈ ദുരവസ്ഥ. പൊതുശുചിമുറി സൗകര്യം ഉണ്ടായിട്ടും സ്റ്റാൻഡിന്റെ വിവിധ ഭാഗങ്ങളിൽ പരസ്യമായി മലമൂത്ര വിസർജനം നടത്തുന്നതാണ് യാത്രക്കാർക്ക് ദുരിതമാകുന്നത്. സ്റ്റാൻഡിലൂടെ സഞ്ചരിക്കുമ്പോൾ മൂക്കുപൊത്തേണ്ട അവസ്ഥയാണ്. ദുർഗന്ധത്തിനു പുറമെ മാലിന്യവും കെട്ടിക്കിടക്കുന്നത് സ്ഥിതി കൂടുതൽ രൂക്ഷമാക്കുന്നു. മഴക്കാലത്ത് പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത നിലനിൽക്കെയാണ് പൊതുസ്ഥലത്തെ ഈ അനാരോഗ്യകരമായ സാഹചര്യം. ബസ് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരാണ് ഇത്തരം പ്രവണത ചെയ്യുന്നതെന്നാണ് യാത്രക്കാർ പറയുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കാറില്ല. അയ്യോ, അതിൽ നടക്കാനേ പറ്റില്ല. അത് ഭയങ്കര നാറ്റവും മനുഷ്യരെ ആൾക്കാർ വരുന്നൊന്നും വരെ നോക്കില്ല. അതേപോലെ മനുഷ്യരവിടെ നിന്ന് കാട്ടിക്കൂട്ടുന്ന ഓരോ കൂത്തുകള് ചില്ലറ കാട്ടായങ്ങളൊന്നല്ല, മഹാവൃത്തിയട്ട മാതിരിയുള്ള മനുഷ്യരാ ഇന്നത്തെ ലോകം. ആണ് വരണ്ടോ പെണ്ണ് വരണ്ടോ ഒന്നും നോക്കില്ല, വരിക പൊക്കി പിടിച്ച് നിൽക്കുക. അതൊക്കെയാണ് അവരെ കാട്ടായങ്ങള്. ഈ പെരുമഴക്കാലത്ത് ഈ വ്യക്തികളൊക്കെ ഈ തരത്തിലുള്ള കാട്ടായങ്ങൾ കാട്ടിയ ഏതേത് രോഗങ്ങളൊക്കെ വന്നു ഭവിക്കാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരുത്തം മുള്ളണതും മതി മറ്റുള്ളവർക്ക് രോഗം ഉണ്ടാക്കാൻ, മറ്റൊരാൾ ഛർദ്ദിക്കുന്നതും മതി വേറൊരാൾക്ക് രോഗം ഉണ്ടാക്കാൻ. ആ തരം വൃത്തിയട്ട പണികൾ കാണിക്കുന്നതൊന്ന് ഏത് വിധേനെങ്കിലും നിർത്തണം എന്നുള്ളതാണ് പറയാനുള്ളത്. എത്ര ടോയ്ലറ്റുകളുണ്ട്? ഒന്ന് 10 അടി നടന്ന ടോയ്ലറ്റിൽ പോയിട്ട് അത് ആ കാര്യങ്ങളൊക്കെ ചെയ്തൂടെ? ഈ പൊതു സ്ഥലത്ത് ഇങ്ങനെ കാട്ടിക്കൂട്ടണ എത്ര മനുഷ്യര് രോഗികളായി മാറണു. ഇതെന്താ മനുഷ്യര് മനസ്സിലാക്കാത്തേ? പൊതുസ്ഥലങ്ങളിൽ മൂത്രമൊഴിക്കുന്നതും മാലിന്യം വലിച്ചെറിയുന്നതും ശിക്ഷാർഹമാണെന്ന മുന്നറിയിപ്പ് ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ബോർഡിലെ നിർദ്ദേശങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. ഇങ്ങനെ ഒക്കെ ഉണ്ടാവുമ്പോൾ ഇവിടെ ചായക്കടയൊക്കെ ഉള്ളതാ, പിന്നെ മണ്ണടിക്കുമ്പോൾ പിന്നെ ആൾക്കാർ ഇവിടെ വന്നിരിക്കണതാ, നടന്നു പോണതാ. അപ്പോൾ ബുദ്ധിമുട്ടല്ലേ എല്ലാവർക്കും. ആൾക്കാർ കാണുമ്പോൾ മോശം. കാറ്റടിക്കുക, ഇപ്പോൾ മഴക്കാലമാണ്, മഴ ഇപ്പോൾ ഇവിടെ കെട്ടിക്കിടക്കും, അപ്പോൾ അതിലൊക്കെ മൂത്രം കൊള്ളിയ മോശമല്ലേ. സ്ത്രീകളൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആൾക്കാർ കണ്ടാൽ ഭയങ്കര മോശമാണ്. അപ്പോൾ ടോയ്ലറ്റ് ഇല്ലെങ്കിൽ സീനില്ല, ഇതുണ്ടായിട്ട് ഇവരിങ്ങനെ ചെയ്യുമ്പോൾ മോശം. യാത്രക്കാരുടെ സുരക്ഷയ്ക്കും ആരോഗ്യത്തിനും ഒരുപോലെ പ്രധാനമാണ് ശുചിത്വമുള്ള പൊതു ഇടങ്ങൾ. അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിട്ടും അവ ഉപയോഗിക്കാതെ പൊതുസ്ഥലങ്ങൾ മലിനമാക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ.
കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക്. തൃശൂർ KSRTC സ്റ്റാൻഡ് നവീകരണത്തിന് 30 കോടി രൂപയുടെ ബൃഹത് പദ്ധതി വേണമെന്ന് രാജൻ ജെ പല്ലൻ MLA പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബിന്റെ നവീകരിച്ച MR നായർ ഹാളിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ 7 കോടിയുടെ നവീകരണ പദ്ധതിയാണ് KSRTC സ്റ്റാൻഡിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. എന്നാൽ ആവശ്യമായ അനുമതികൾ ലഭിക്കാതെ കെട്ടിടം പൊളിക്കുകയായിരുന്നു. ഇപ്പോഴുള്ള പദ്ധതിയിൽ വരുമാന വർധനവിനുള്ള നിർദ്ദേശങ്ങളില്ല. 3.25 ഏക്കറോളം വരുന്ന സ്ഥലം ഭാവനാപൂർണ്ണമായി ഉപയോഗിക്കാനാകണം. സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പിന് 30 സെന്റ് സ്ഥലമാണ് അനുവദിച്ചിട്ടുള്ളത് എങ്കിലും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 1/2 ഏക്കറിലധികം ഉപയോഗിക്കുന്നുണ്ടെന്നും MLA വ്യക്തമാക്കി. പക്ഷേ KSRTC ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഒരുപാട് വികസനത്തിന് സാധ്യതയുള്ള പ്രദേശമാണ്. ജനങ്ങൾ ഒരുപാട് യാത്രക്കാർ പോകുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ഭാഗത്തും പ്രധാനപ്പെട്ട റോഡുകളായതുകൊണ്ട് ഷോപ്പുകൾ നിർമ്മിച്ച് വരുമാന മാർഗത്തിനുള്ള കാര്യം ചെയ്യാവുന്നതാണ്. ഉള്ളിലെ പോപ്പുലറിന്റെ പുറകുവശത്തും ഒരു ഉള്ളിലേക്കായിട്ട് ഷോപ്പുകൾ നിർമ്മിച്ച് നിരവധി ഷോപ്പുകൾ നിർമ്മിച്ച് വലിയൊരു വരുമാനം കിട്ടുന്ന രീതിയിൽ ആക്കാവുന്നതാണ് എന്നൊരു അഭിപ്രായം ഞാൻ മന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. ഒരു മാനേജിംഗ് കമ്മിറ്റി അവിടെ കൂടി. അപ്പൊ അത് ഇത് ഈ പ്ലാൻ പോരാ. 7 കോടി രൂപയുടെ പദ്ധതിയാണ് വിഭാവനം ചെയ്തിട്ടുള്ള പ്ലാൻ പോരാ. 25-30 കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ടുള്ള വരുന്ന തലമുറയ്ക്ക് ഉപകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു KSRTC ബസ് സ്റ്റാൻഡ് വേണമെന്ന് ഞാൻ മന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. കൊടുങ്ങല്ലൂർ അഴീക്കോട് അച്ഛൻ മകളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. സുനാമി കോളനിയിൽ താമസിക്കുന്ന പൊത്തേഴത്ത് ഷിലിയുടെ മകൾ അമേയയാണ് ആക്രമണത്തിനിരയായത്. അച്ഛൻ ഷിലി മകളെ വെട്ടുകത്തിക്കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ അമയ്യ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഷിലിയുടെ ഭാര്യ ശ്രീകല പനി ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവ സമയത്ത് മറ്റാരും വീട്ടിലുണ്ടായിരുന്നില്ല. കൂടുതൽ വിവരങ്ങളുമായി കൊടുങ്ങല്ലൂരിൽ നിന്നും നവാസ് ചേരുന്നു. നവാസ്, വിശദാംശങ്ങൾ. രാജേഷ്, നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഷിലി കൊടുങ്ങല്ലൂർ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുകയാണ്. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പടിഞ്ഞാറേ വെമ്പലൂരിൽ നിന്നാണ് അല്പസമയം മുമ്പ് ഷിലിയെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്ന് വൈകിട്ട് 5 മണിയോടെയായിരുന്നു അഴീക്കോട് സുനാമി കോളനിയിലുള്ള ഷിലിയുടെ വാടക വീട്ടിൽ ആക്രമണം നടന്നത്. ഷിലിയുടെ 15 വയസ്സുകാരിയായ മകൾ അമേയെ ഷിലി വെട്ടുകത്തി കൊണ്ട് പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഷിലി തന്നെയാണ് മകളെ ആക്രമിച്ച വിവരം അവരുടെ ബന്ധുക്കളെ വിളിച്ചറിയിച്ചത്. അതിനുശേഷം ഷിലിയെ കാണാതാകുകയായിരുന്നു. തുടർന്ന് നടന്ന തെരച്ചിലാണ് പോലീസ് ഇപ്പോൾ ഷിലിയെ കണ്ടെത്തിയിട്ടുള്ളത്. എന്താണ് ആക്രമണത്തിനുണ്ടായ കാരണമെന്ന് ഇതുവരെ വ്യക്തമല്ല. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ മാത്രമേ വിവരങ്ങൾ അറിയുള്ളൂ. രാജേഷ്, ഓക്കെ. കൊടുങ്ങല്ലൂരിൽ അച്ഛൻ മകളെ വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി കൊടുങ്ങല്ലൂരിൽ നിന്നും നമ്മോടൊപ്പം ചേർന്നത് നവാസാണ്. മറ്റു വാർത്തകളിലേക്ക്. ഭരണഘടന അനുശാസിക്കുന്ന സംവരണാവകാശം അർഹരായ ഹൈന്ദവ പിന്നാക്ക വിഭാഗങ്ങൾക്ക് പൂർണ്ണമായി ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഉത്തരവാദിത്തമാണെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. ഹൈന്ദവ സമുദായ സൗഹൃദവേദിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ ടൗൺഹാളിൽ സംഘടിപ്പിച്ച സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംവരണം ഭരണഘടനാപരമായ അവകാശമാണ്. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് തുല്യ അവസരം ഉറപ്പാക്കുന്നതിനാണ് ഭരണഘടനാ സംവരണ സംവിധാനത്തിന് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. എന്നാൽ അർഹരായ വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പലപ്പോഴും യഥാർത്ഥ ഗുണഭോക്താക്കളിലേക്ക് എത്താത്ത സാഹചര്യം പരിശോധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈന്ദവ സമുദായ സൗഹൃദവേദി സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ പാച്ചല്ലൂർ അശോകൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പയ്യന്നൂർ ഷാജി, സ്വാഗത സംഘം ചെയർമാൻ ഏങ്ങണ്ടിയൂർ പ്രദീപ് പണിക്കർ, സംസ്ഥാന ഭാരവാഹികളായ ജഗതി രാജൻ, TP പ്രേംകുമാർ, C. വിശ്വമോഹൻ എന്നിവർ സംസാരിച്ചു.
വനിതകളുടെ സുരക്ഷയ്ക്കായി തൃശൂർ സിറ്റി പോലീസ് ഏർപ്പെടുത്തിയ പിങ്ക് പെട്രോളിംഗ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഈ പദ്ധതി സഹായിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. മറ്റ് സ്ഥലങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മന്ത്രി ഒ ജെ ജനീഷ് അധ്യക്ഷത വഹിച്ചു. രാജൻ ജെ പല്ലൻ MLA, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, DIG T. നാരായണൻ, ACP TR രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത 5 ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് നിരത്തിലിറങ്ങിയത്. തൃശൂർ പ്രസ് ക്ലബിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നവീകരണം പൂർത്തിയായ MR നായർ ഹാളിന്റെ ഉദ്ഘാടനവും രണ്ടാമത് KS പ്രവീൺകുമാർ വാർത്താചിത്ര പുരസ്കാര സമർപ്പണവും നടന്നു. ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. മാതൃഭൂമി സീനിയർ ഫോട്ടോഗ്രാഫർ റിദിൻ ദാമു മന്ത്രിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. പ്രസ് ക്ലബ് പ്രസിഡന്റ് MB ബാബു അധ്യക്ഷത വഹിച്ചു. രാജൻ ജെ പല്ലൻ MLA വിശിഷ്ടാതിഥിയായിരുന്നു. ഫോട്ടോഗ്രാഫർ GB കിരൺ അനുസ്മരണ പ്രഭാഷണം നടത്തി. പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ, പ്രസ് ക്ലബ് സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ, ജോയിന്റ് സെക്രട്ടറി B. സതീഷ്, പ്രവീൺകുമാറിന്റെ സഹധർമ്മിണി ഡോക്ടർ രത്നകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ അഭിഭാഷക ദമ്പതികളുടെ വീട്ടിൽ നിന്നും 16 ലക്ഷം രൂപയുടെ സ്വർണം കാണാതായതായി പരാതി. അഭിഭാഷകരായ ബാബുരാജ് ജസി ദമ്പതികളുടെ കാട്ടാക്കുളത്തോട് വീട്ടിൽ നിന്നുമാണ് 115 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടത്. വീട്ടിലെ കിടപ്പുമുറിയിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. ചൊവ്വാഴ്ച അലമാര തുറന്നു നോക്കിയപ്പോഴാണ് സ്വർണവും നഷ്ടപ്പെട്ട വിവരം വീട്ടുകാർ അറിഞ്ഞത്. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വടക്കാഞ്ചേരിയിൽ 160 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. കുന്നംകുളം സ്വദേശി കോരങ്ങത്ത് ശരത്താണ് പിടിയിലായത്. ജില്ലയിൽ ലഹരിക്കെതിരെ നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ വ്യാപകമായ പരിശോധനയിലാണ് പ്രതി വലയിലായത്. വോൾവോ ബസ്സിൽ അതീവ രഹസ്യമായി കടത്താൻ ശ്രമിച്ച ലഹരിമരുന്നാണ് ഡാൻസ് ഹൌസ് സംഘം കണ്ടെത്തിയത്. മേഖലയിലേക്ക് വൻതോതിൽ മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് പിടിയിലായ ശരത്തെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ലഹരിക്കടത്തിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റ് ശൃംഖലകളെയും പ്രധാന കണ്ണികളെയും കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ചേലക്കരയിൽ വെടിയുണ്ടകൾ കണ്ടെത്തി. തോട്ടയ്ക്കോട് അങ്കണവാടിക്ക് സമീപത്തുള്ള കാടിനോട് ചേർന്ന പ്രദേശത്താണ് വെടിയുണ്ടകൾ കണ്ടെത്തിയത്. ചേലക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിവിധ കമ്പനികളുടെ വെടിയുണ്ടകളാണ് സ്ഥലത്ത് നിന്ന് ലഭിച്ചത്. കണ്ടെത്തിയ വെടിയുണ്ടകൾ മൃഗങ്ങളെ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന വീര്യം കൂടിയവയാണെന്നാണ് പ്രാഥമിക നിഗമനം. ലൈസൻസ് ഉള്ളവർക്ക് മാത്രം ലഭ്യമാകുന്ന തരം വെടിയുണ്ടകളാണ് ഇവ. കാടിനോട് ചേർന്ന പ്രദേശമായതിനാൽ മൃഗവേട്ടയ്ക്കായി ഉപയോഗിച്ചതാണോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വാർത്തകളിലേക്ക്. കേരള ഭിന്നശേഷി ക്ഷേമ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സമൂഹ വിവാഹം സംഘടിപ്പിച്ചു. കുടുംബസംഗമം, സംസ്ഥാന സമ്മേളനം എന്നിവയും ഇതോടൊപ്പം നടന്നു. ടൗൺഹാളിൽ നടന്ന പരിപാടി മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് വധൂവരന്മാർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. കേരള ഭിന്നശേഷി ക്ഷേമ സംഘടന രക്ഷാധികാരി ഡോക്ടർ അബ്ദുള്ള ഹംസ വധൂവരന്മാർക്ക് താലി നൽകൽ ചടങ്ങ് നിർവഹിച്ചു. സംഘടനാ പ്രസിഡന്റ് ഷൈനി ഫ്രാങ്ക് അധ്യക്ഷത വഹിച്ചു. റഫീഖ് അഹമ്മദ്, അഡ്വക്കേറ്റ് AU രഘുരാമപ്പണിക്കർ, സംഘടനാ ജനറൽ സെക്രട്ടറി ഖാദർ നാട്ടിക, നാസർ പട്ടാമ്പി, പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു.
നമ്മുടെ സമൂഹം വർഗീയതയ്ക്ക് അടിമപ്പെടാതെ കാത്തുസൂക്ഷിക്കുകയെന്ന വലിയ ഉത്തരവാദിത്തം ഡിവൈഎഫ്ഐ പോലുള്ള യുവജന സംഘടനകൾക്കുണ്ടെന്ന് കഥാകൃത്തും നോവലിസ്റ്റുമായ ബെന്യാമിൻ പറഞ്ഞു. തൃശൂരിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ 16-ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച യുവതീ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാറ്റ സമരം വിജയിപ്പിക്കുന്നതിൽ SFI അടക്കമുള്ള സംഘടനകൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അരാഷ്ട്രീയവാദവും മതബോധവും തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഇക്കാലത്ത് നമ്മുടെ അവകാശങ്ങൾ തിരിച്ചുപിടിക്കുക എന്നത് നമ്മുടെ വലിയ ഉത്തരവാദിത്തമാണെന്നും ബെന്യാമിൻ ഓർമ്മിപ്പിച്ചു. തൃശൂർ വിവേകോദയം സ്കൂളിൽ നടന്ന സംഗമത്തിൽ ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഗ്രീഷ്മ ജയഘോഷ്, R ശ്യാമ, എഴുത്തുകാരി CR പുണ്യ തുടങ്ങിയവർ സംസാരിച്ചു. വിയൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുന്ന മാവോയിസ്റ്റ് പ്രവർത്തകൻ രാഘവേന്ദ്ര കനത്ത സുരക്ഷയിൽ ബിരുദ പരീക്ഷ എഴുതി. മാള ഹോളി ഗ്രേസ് എഞ്ചിനീയറിംഗ് കോളേജിലെ പരീക്ഷാ കേന്ദ്രത്തിലാണ് പരീക്ഷ എഴുതിയത്. NIA-യും സംസ്ഥാന പോലീസും ചേർന്നാണ് സുരക്ഷയൊരുക്കിയത്. നവമലയാളി ഓൺലൈൻ മാഗസിന്റെ പുരസ്കാരങ്ങൾ തൃശൂരിൽ വിതരണം ചെയ്തു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന പുരസ്കാര സമ്മേളനം ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്തു. മികച്ച സംഭാവനയ്ക്കുള്ള 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഡോക്ടർ MP പരമേശ്വരന്, മികച്ച സാംസ്കാരിക സംഘടനയ്ക്കുള്ള 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം മതിലകം കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയ്ക്കും മന്ത്രി സമ്മാനിച്ചു. MG യൂണിവേഴ്സിറ്റി അധ്യാപിക ഡോക്ടർ PM ആരതി അധ്യക്ഷത വഹിച്ചു. വികസനത്തിന്റെ കേരള മാതൃക വർത്തമാനവും ഭാവിയും എന്ന വിഷയത്തിൽ മുൻ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ പ്രഭാഷണം നടത്തി. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം കാവുമ്പായി ബാലകൃഷ്ണൻ, PS ഷാനു, PN ഗോപികൃഷ്ണൻ, KM അബ്ദുൾ ഗഫൂർ, അഡ്വക്കേറ്റ് VN ഹരിദാസ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളിലെ സാങ്കേതിക കഴിവുകളും സംരംഭകത്വ മനോഭാവവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചിറ്റിലപ്പള്ളി IES എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിച്ച ദേശീയതല ഹാക്കത്തോൺ ശ്രദ്ധേയമായി. ന്യൂ റോബോട്ട്സും ചിറ്റിലപ്പള്ളി IES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ ഇന്നൊവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്ററും സംയുക്തമായാണ് ദേശീയതല ഹാക്കത്തോൺ സംഘടിപ്പിച്ചത്. IES എഡ്യൂക്കേഷൻ സിറ്റി പ്രസിഡന്റ് PT സെയ്ദ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ S ബ്രില്ലി സംഗീത അധ്യക്ഷത വഹിച്ചു. 24 മണിക്കൂർ നീണ്ട ഹാക്കത്തോണിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി സ്ഥാപനങ്ങളിലെ 1500ഓളം വിദ്യാർത്ഥികൾ നൂതന സാങ്കേതിക ആശയങ്ങളും പരിഹാരങ്ങളും അവതരിപ്പിച്ചു. വിദഗ്ധരടങ്ങിയ പാനൽ പദ്ധതികൾ വിലയിരുത്തി. മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമുകൾക്ക് 5 ലക്ഷം രൂപയുടെ സമ്മാനത്തുകയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ഹാക്കത്തോണിന്റെ ഭാഗമായി നടന്ന കോൺക്ലേവിൽ ഡേറ്റാടെക് CEO ദേശ് ബന്ധു മിശ്ര, ജോബിൻ ആൻഡ് ജിസ്മി CEO ജിസ്മി, സൈലോജിക് CDO ജയചന്ദ്ര ജയദേവ് എന്നിവർ കുട്ടികളുമായി സംവദിച്ചു. സമാപന ചടങ്ങിൽ മാനേജ്മെന്റ് പ്രതിനിധികൾ, വ്യവസായ രംഗത്തെ വിദഗ്ധർ, അധ്യാപകർ, അനധ്യാപകർ, IIC കോർഡിനേറ്റർ ഹരീഷ്മ വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭ്യമാക്കുന്ന ഇത്തരം ദേശീയതല പരിപാടികൾ തുടർന്നും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ക്വിറ്റ് ഇന്ത്യ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രദീപ് മച്ചാടൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺ വാഴപ്പള്ളി, രാജൻ അനിക്കുന്നൻ, ജിയോ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. വിദേശ കുത്തക സ്ഥാപനങ്ങളുടെ ലാഭം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി കർഷക ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചും സബ്സിഡികൾ നിർത്തലാക്കുകയും ചെയ്ത് കേന്ദ്ര സർക്കാർ കർഷകരെ ദ്രോഹിക്കുകയാണെന്നും കർഷക ദ്രോഹ നടപടികളിൽ നിന്ന് അടിയന്തരമായി ക്വിറ്റ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. തൃശൂർ നഗരമധ്യത്തിൽ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ 2 നടന്ന കവർച്ചയുമായി ബന്ധപ്പെട്ട് 2 അംഗ സംഘത്തെ തൃശൂർ സിറ്റി പോലീസ് പിടികൂടി. ചാവക്കാട് തൊട്ടാപ്പ് സ്വദേശി പാറക്കൽ വീട്ടിൽ സാദിഖ്, PG ചെന്നായിപ്പാറ സ്വദേശി ഡാനി ജോർജ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ശക്തൻ സ്റ്റാൻഡിൽ കിടന്നുറങ്ങുകയായിരുന്ന വയോധിക ദമ്പതികളെയും ലോട്ടറി വിൽപ്പനക്കാരനായ ഭിന്നശേഷിക്കാരനെയുമാണ് ഇരുവരും അതിക്രൂരമായി മർദ്ദിച്ച് പണം കവർന്നത്. കേരള ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച സംസ്ഥാന ജൂനിയർ ബോയ്സ് അന്തർ ജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന കലാശ പോരാട്ടത്തിൽ 1-3 ഗോളുകൾക്ക് കോഴിക്കോടിനെ പരാജയപ്പെടുത്തി മലപ്പുറം ജേതാക്കളായി. 3ാം സ്ഥാനത്തിനു വേണ്ടി നടന്ന ലൂസേഴ്സ് ഫൈനലിൽ ആതിഥേയരായ തൃശൂരിനെ എതിരില്ലാത്ത 1 ഗോളിന് കാസർകോട് പരാജയപ്പെടുത്തി. സമാപന ചടങ്ങിൽ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ജോ പോളാഞ്ചേരി വിജയികൾക്കുള്ള ട്രോഫികൾ സമ്മാനിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ C സുമേഷ്, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി
ഡേവിഡ് ആൻഡോ, കുര്യൻ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. തലൂരിൽ ഹോട്ടലിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് മോഷ്ടിച്ച പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം സ്വദേശി കടപ്പുറം തെക്കത്തിൽ വീട്ടിൽ അബ്ദുൾ മുർഷിദാണ് അറസ്റ്റിലായത്. തലൂർ റോയൽ ഹോട്ടലിന് മുൻപിൽ പാർക്ക് ചെയ്തിരുന്ന തൃക്കൂർ സ്വദേശി ഗീതാഞ്ജലി വീട്ടിൽ സുനിലിന്റെ യമഹ ബൈക്കാണ് പ്രതി മോഷ്ടിച്ചത്. മോഷ്ടിച്ച ബൈക്ക് പ്രതിയുടെ വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുതുക്കാട് SI മഹേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഫൈസൽ, മനീഷ്, ഷിനോജ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നാലോടനാളിലെ തൃശൂരിന്റെ പുലിക്കളിക്കായി തയ്യാറെടുപ്പ് ആരംഭിച്ച് അയ്യന്തോൾ സംഘം. അയ്യന്തോൾ സ്കൂൾ അങ്കണത്തിൽ നടന്ന പുലിയൊരുക്കത്തിന് ദേശം പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബ്സൺ പോൾ, സെക്രട്ടറി സുനിൽ ഘോഷ് എന്നിവർ നേതൃത്വം നൽകി. പുലിവേഷം കെട്ടുന്ന കലാകാരന്മാർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി. നാലോടം വരെ പുലിക്കളിയിലും പുലിക്കൂട്ടിനും വേണ്ട ചിട്ടയായ പരിശീലനം നടക്കും. പ്രശസ്ത കലാകാരൻ ഡാവിഞ്ചി സുരേഷാണ് ഇത്തവണയും ദേശത്തിനായി ടാബ്ലോ തയ്യാറാക്കുന്നത്. ഈ മാസം 29-ാം തീയതിയാണ് പുലിക്കളി. പട്ടിക്കാട് വീട്ടുപരിസരത്തു നിന്നും രാജവെമ്പാലയെ പിടികൂടി. കുരങ്ങൻപാറ സ്വദേശി മേലുവീട്ടിൽ ഗിരീശന്റെ വീടിന്റെ പരിസരത്തു നിന്നുമാണ് റെസ്ക്യൂവർ അജീഷും സംഘവും ചേർന്ന് രാജവെമ്പാലയെ പിടികൂടിയത്. പാമ്പിനെ പിന്നീട് വനത്തിൽ തുറന്നുവിട്ടു. വാണിജ്യം. കേരളത്തിലെ പ്രമുഖ നേത്രപരിപാലന ശൃംഖലകളിൽ ഒന്നായ ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസിന്റെ പുതിയ കേന്ദ്രം അങ്കമാലിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യയിൽ 96-ാമത്തെയും കേരളത്തിൽ 8-ാമത്തെയും കേന്ദ്രമായി അങ്കമാലി സെന്റ് ജോർജ് ബസലിക്കയ്ക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ച ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ നിർവഹിച്ചു. അൻവർ സാദത്ത് MLA, അങ്കമാലി നഗരസഭാ ചെയർപേഴ്സൺ റീത്ത പോൾ, വാർഡ് കൗൺസിലർ KK ഷെറിൻ, മുതിർന്ന റേഡിയോളജിസ്റ്റ് ഡോക്ടർ അമ്പാടി രാമകൃഷ്ണൻ, മാക്സിവിഷൻ ചെയർമാൻ ഡോക്ടർ GSK വേലു, ഡോക്ടർ റാണി മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിൽ ഇതിനകം 2.5 ലക്ഷത്തിലധികം രോഗികളെ പരിശോധിച്ച് ചികിത്സ നൽകിയിട്ടുണ്ട്. അങ്കമാലിയിലെ നേത്രപരിപാലന നിലവാരം ഉയർത്താനും ഭാവി സജ്ജമായ ഒരു ഓഫ്താൽമിക് എക്കോസിസ്റ്റം കെട്ടിപ്പടുക്കാനും സജ്ജരാണെന്ന് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ സ്ഥാപകയും ചീഫ് സർജനുമായ ഡോക്ടർ റാണി മേനോൻ പറഞ്ഞു. വിശാലമായ മാക്സിവിഷൻ ശൃംഖലയ്ക്കുള്ളിൽ അത്യാധുനിക രോഗനിർണയ ശസ്ത്രക്രിയാ സാങ്കേതിക വിദ്യകളെ മികച്ച ക്ലിനിക്കൽ മികവുമായി സംയോജിപ്പിക്കുകയാണ് ഈ ആശുപത്രി. പരിചയസമ്പന്നരായ ഓഫ്താൽമോളജിസ്റ്റുകളുടെയും സബ് സ്പെഷ്യലിസ്റ്റുകളുടെയും മൾട്ടി ഡിസിപ്ലിനറി ടീമിനൊപ്പം ഡോക്ടർ റാണി മേനോന്റെ നേതൃത്വത്തിൽ തിമിര ശസ്ത്രക്രിയകൾ മുതൽ റെറ്റിന, ഗ്ലോക്കോമ, കോർണിയ വരെയുള്ള സമഗ്രമായ നേത്ര പരിപാലന സേവനങ്ങൾ ഇവിടെ രോഗികൾക്ക് ലഭ്യമാക്കുന്നു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,965 രൂപ, പവന് 1,11,720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പോലീസിനെ വെല്ലുവിളിച്ച് ഒളിവിൽ കഴിഞ്ഞ അർജുൻ ആയങ്കി പോലീസ് പിടിയിലായി. അർജുൻ ആയങ്കി പിടിയിലായത് കണ്ണൂരിലെ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന്. കോടതിയിൽ ഹാജരാക്കിയ അർജുൻ ആയങ്കിയെ റിമാൻഡ് ചെയ്തു.
ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനമുണ്ടാകില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എല്ലാ ഗുണ്ടകളെയും നിലയ്ക്ക് നിർത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും രമേശ് ചെന്നിത്തല. സംസ്ഥാന കർഷക അവാർഡ് പ്രഖ്യാപനത്തിൽ തൃശൂർ ജില്ലയ്ക്ക് നേട്ടം. മികച്ച ജൈവ കർഷകനുള്ള പുരസ്കാരത്തിന് കൊടുങ്ങല്ലൂർ സ്വദേശി ഷാജഹാനും കർഷകോത്തമ പുരസ്കാരത്തിന് തിരുവില്ലാമല കണിയാർക്കോട് സ്വദേശി രാജനാരായണനും അർഹരായി. തൃശൂർ ശക്തൻ സ്റ്റാൻഡ് പരിസരം മലമൂത്ര വിസർജനത്തിനുള്ള പൊതു ഇടമായി മാറി. ദുർഗന്ധം വമിക്കുന്ന ബസ് സ്റ്റാൻഡും പരിസരവും യാത്രക്കാർക്ക് സമ്മാനിക്കുന്നത് തീരാ ദുരിതം. തൃശൂർ KSRTC സ്റ്റാൻഡ് നവീകരണത്തിന് 30 കോടി രൂപയുടെ ബൃഹത് പദ്ധതി വേണമെന്ന് രാജൻ ജയപ്പല്ലൻ MLA. ആവശ്യമായ അനുമതികൾ ലഭിക്കാതെയാണ് നിലവിലെ കെട്ടിടം പൊളിച്ചു നീക്കിയതെന്നും MLA. ഇതോടെ ബുള്ളറ്റിൻ പുറമാകുകയാണ്. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.